ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്നൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനത് യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ് കേട്ടോ. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മൈദ എടുക്കാം. മൈദയും കൊണ്ട് ഉണ്ടാക്കാം, ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഗോതമ്പ് പൊടി അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മുട്ട, ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. അതിന് അത്രയ്ക്ക് ഞാൻ പൊടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കോഴിയിട്ട മുട്ടയാട്ടാ. അത് കാരണം കൊണ്ട് അത് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് 2-3 അടി അടിച്ചു, എന്നിട്ടാണ് പൊട്ടിയത്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയ മുട്ടയായത് കാരണം കൊണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പനുസരിച്ച് ഇടാം. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കത് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. അതിൽ നമ്മൾ വീഡിയോ ഞാൻ കണ്ടതിൽ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചായക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഉപ്പിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നല്ല കളറായി കിട്ടും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം പോരാ. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടണം നന്നായിട്ട്. നമുക്ക് മിക്സിയിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് ആ മുട്ടയൊക്കെ പെട്ടെന്ന് പതഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്, പതയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ദോശക്കല്ലില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാ പോലെ തന്നെ അപ്പച്ചട്ടിയിൽ ഒഴിക്കാം. പക്ഷേ കിട്ടുമോയെന്ന് അറിയില്ല അപ്പച്ചട്ടിയിൽ, പക്ഷെ നോക്കി നോക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് മാവെടുത്ത് അതിൽ ഒഴിച്ചു അപ്പച്ചട്ടിയിൽ. എന്നിട്ട് നന്നായി ചുറ്റിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നടുവിൽ നല്ല കട്ടിയായിട്ട് കിട്ടില്ലേ. അപ്പോൾ ഒഴിച്ചിട്ട് തന്നെ നന്നായി ചുറ്റിച്ചെടുക്കുക. നമുക്ക് അപ്പച്ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പോൾ നമുക്കിതായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ കഴിച്ച് നോക്കിയിരുന്നു കുറച്ചെടുത്തിട്ട്, പക്ഷെ നമുക്ക് ടേസ്റ്റ് വല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങളൊരു ഐഡിയയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ പഞ്ചസാര ഇട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ചായക്കായതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചസാര ഇട്ടത്. നമുക്ക് കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് പഞ്ചസാര കൂട്ടി കഴിച്ചപ്പോൾ നമുക്ക് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.